ഗെയിം ചേഞ്ചർ. ആദ്യം തന്നെ സിനിമ കണ്ടിട്ടുള്ള എല്ലാവരും ശങ്കരനോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് തന്നെ പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങാം. ശങ്കരണ്ണ, ദൂപ്പ്, പ്ലീസ് ദൂപ്പ്, ദൂപ്പ് ഇറ്റ്. എല്ലാവരും സിനിമ തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിച്ചത്. ഇല്ലാത്തവർ കണ്ട് അല്ലെങ്കിൽ വേണ്ട, അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് നിങ്ങളെ തള്ളിവിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൂപ്പ്, വിടൂ, ഒഴിവാക്കൂ എന്നാണ് പറയാനുള്ളത്. സിനിമ നിർത്തൂ. ഇങ്ങനെ എന്റെ ശങ്കരണ്ണൻ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞില്ലേ കുറെ. ഐ എന്ന് പറഞ്ഞ സിനിമ, എന്തിരൻ, അങ്ങനെ എത്ര എത്ര നല്ല സിനിമകൾ. ഇന്ത്യൻ എന്ന് വരുന്ന പേര് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറയുമ്പോൾ ഇന്ത്യൻ 2 ഓർമ്മയിലേക്ക് വരും. ഇതേതായാലും ഇന്ത്യൻ 2-നെ തൊട്ടിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷെ തൊട്ടില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പോകുന്നുണ്ട്, അത് വേറെ കാര്യം. പലതരം അപരാധങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അപരാധങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ പൈസ കൂടിയതിന്റെ പേരിൽ അല്ലെങ്കിൽ പൈസ ഇറക്കാണ്ടല്ലോ എന്നുള്ള കഴപ്പിന്റെ പേരിൽ ഇമാതിരി അപരാധം കാണിച്ചു വെക്കുന്ന ഒരേ ഒരു ഡയറക്ടറേ ഉള്ളൂ. അതാണ് നമ്മുടെ സ്വന്തം ശങ്കരണ്ണൻ. ഞാൻ വെറുതെ പറയില്ല. ട്രെയിലർ, ഇതിൽ വന്നിട്ടുള്ള മറ്റ് അപ്ഡേറ്റുകൾ എല്ലാം കണ്ടപ്പോൾ തന്നെ നമുക്കറിയാം 5 പൈസക്കില്ലാത്തൊരു സാധനമായിരിക്കുന്നു. പക്ഷേ എങ്കിലും എവിടേക്കോ ഒരു പ്രതീക്ഷ, ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിലും. എല്ലാ സമയത്തും അങ്ങനെയാണല്ലോ, എല്ലാവരും അബദ്ധത്തിലേക്ക് പോയി പെടുന്നത് ഇങ്ങനെയാണ്. കാരണം ഓരോ പ്രതീക്ഷകളാണല്ലോ പലപ്പോഴും അബദ്ധത്തിൽ കൊണ്ട് തള്ളിയിടുന്നത്. അത്തരം ഒരു അബദ്ധമായിരുന്നു എന്റെ ജീവിതത്തിൽ വായിക്കാൻ കഴിയാത്ത ഈ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അനുഭവം എനിക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അങ്ങനെ സിനിമ തുടങ്ങുന്ന സുഹൃത്തുക്കളെ, തുടങ്ങുമ്പോൾ തന്നെ ഒരു ഭൂലോക വേൾഡ് ക്ലാസ് ചളി പരിപാടി കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ നിർത്തുന്നു, ചാടി ഇറങ്ങുന്നു, അടിക്കുന്നു, തെറിപ്പിക്കുന്നു. ആ ഫൈറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്കൊരു ശ്വാസം നേരെ വരാനുണ്ട്. ആ ശ്വാസം ആദ്യം നേരെ വന്നു, പിന്നെ ആ ശ്വാസം നേരെ ഞാൻ വലിച്ചിട്ടില്ല. കാരണം അതിനുള്ള സമയം ശങ്കരണ്ണൻ ഈ സിനിമയുടെ നമുക്ക് തന്നിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിക്കണം, സ്ക്രീനിലൂടെ എങ്ങനെ സ്ക്രീനിൽ കൂടെ ക്ലോക്ക് കടന്ന് ഓടുക, അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു, അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു. സ്ക്രീനിൽ കൂടെ ക്ലോക്ക് ഓടിക്കളിക്കുക. ഇയാളത് കുറെ മുമ്പ്, അതായത് ഇതിന്റെ പ്രൊമോഷൻ സമയത്ത് പുള്ളിക്കാരൻ പറയുന്നത് ഒരു റീൽസ് എടുത്ത് വെക്കണ പോലെ, മൂപ്പരെന്തോ വലിയ കാര്യം ചെയ്ത പോലെ ചെയ്യണം. ഏതെങ്കിലും പൊട്ടന്മാർ ഇപ്പൊ സിനിമ എടുക്കുമ്പോ റീൽസ് പോലെയൊക്കെ എടുത്ത് വെക്കുവോ? ഇത് ഇയാൾ പറഞ്ഞെന്ന് മാത്രമല്ല, ചെയ്തിട്ടുണ്ട് റീൽസ്. പല സ്ഥലങ്ങളിലും നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസ് കാണുന്ന പോലെ ചെയ്ത് വെച്ചാൽ കുറെ കളർ, മഞ്ഞ കളർ, പച്ച കളർ, ചാണകപ്പച്ച, ഇതിങ്ങനെ ചുറ്റോടെ നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് സ്ക്രീനിൽ. എന്നാൽ സ്ക്രീനിൽ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരർത്ഥമില്ല. നമ്മളെ നോർത്ത് ഇന്ത്യൻ റീൽസ് കണ്ടില്ലേ, അത്തരത്തിലുള്ള പരിപാടി. ഇതിലാകെ കാണാൻ കൊള്ളാവുന്ന ഒരേ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കിയാര അദ്വാനിയാണ്. എന്ത് രസമാണ് കാണാന്നറിയോ? ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടും ഭയങ്കര ഭംഗി, നിങ്ങൾ ചുറുക്ക് എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു രസം കിയാര അദ്വാനിനെ കാണുമ്പോൾ ഉണ്ടായിരുന്നു. അല്ലാതെ വേറൊരു സാധനം ഇതിൽ കൊള്ളൂല. പിന്നെ ഓക്കെ, കൊള്ളണത് ഒരു 1-2 സ്ഥലങ്ങളിലെ സീൻസിൽ. ഇപ്പോൾ ഒരു ഫൈറ്റ് വലിയ രസം ഉണ്ടായിരുന്നു. അല്ല, BGM 1-2 പാട്ടില് ഒരെണ്ണം നമ്മളെ ധൂപ്പ് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ധൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആ ബാർബി ഡോൾ ലുക്കിലൊക്കെ പുള്ളിക്കാരി വന്നിട്ടുള്ള ആ ഒരു സാധനം, അതിന്റെ ബീറ്റും പാട്ടൊക്കെ കേൾക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു. അതല്ലാതെ ഇവൻ ഡാൻസ് കളിക്കുന്ന ഒരു സംഭവമുണ്ട്. അത് ദേഷ്യം കുറക്കാൻ വേണ്ടി നട്ടുച്ചയ്ക്ക് അല്ലെങ്കിൽ കുറെ ആളുകളെ ബുദ്ധിമുട്ടിച്ച് അവിടെ നിന്നിട്ട് ഡാൻസ് കളിക്കും. ആ ഡാൻസ് വലിയ കുഴപ്പമില്ല, പക്ഷെ സിറ്റുവേഷൻ ഭയങ്കര കോമഡി ആയിരുന്നു. പക്ഷെ ആ ഡാൻസിന്റെ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ബീറ്റ് ഉണ്ട്, ആ ബീറ്റ് അത് അല്ല സൂപ്പർ സൂപ്പർ സാധനമായിരുന്നു. അതല്ലാതെ ഈ സിനിമയിൽ എന്താണ് കൊള്ളുക എന്ന് പറയുന്നത് എനിക്കറിയില്ല. 3 മണിക്കൂറൊക്കെ സിനിമ ഉണ്ട്. കൊള്ളാവുന്ന ഇതല്ലാതെ, ഈ പറഞ്ഞ സാധനങ്ങളല്ലാതെ എന്തെങ്കിലും 400 കോടിയിൽ എടുത്ത് പൊട്ടിച്ചിരിക്കുന്നത് അല്ലേ? ആ പേപ്പറിന്റെ ഒരു വില പോലും കൊടുത്തിട്ടില്ലല്ലോ ഈ സിനിമയ്ക്ക്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു ഇന്ത്യൻ ജോലി തന്നെ ചെയ്തില്ല. പേപ്പറിന്റെ വിലയെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു തോണി ഉണ്ടാക്കി വെള്ളത്തിലെങ്കിലും ഒഴുക്കി വിട്ടിരുന്നു. അതുപോലും ഈ പൈസക്ക് ഇവർ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. 400 കോടി, 95 കോടി ഇതിലെ പാട്ടിന് മാത്രം. എന്തിനാണ് ഇങ്ങനത്തെ 95 കോടി ഉണ്ടെങ്കിൽ മലയാളത്തിൽ 4 സിനിമ എടുത്തൂടെ? എന്ത് ഗംഭീര സിനിമ എടുക്കായിരുന്നു. ഇതെന്താ അറിയോ, ഇതിലും പരിപാടി എന്താ വെച്ചാൽ ഒരാൾ ഇറങ്ങിയിട്ട് സിസ്റ്റം നേരെയാക്കാൻ വേണ്ടി ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടണം. ഇങ്ങനെ സിസ്റ്റം നന്നാക്കാൻ നടന്ന് അവസാനം ശങ്കരണ്ണൻ കേടായി. അതാണ് ഇപ്പൊ ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യനിലൂടെ തുടങ്ങിയ ആ ഒരു നടത്തം ഗെയിം ചേഞ്ചറിലെങ്കിലും അവസാനിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഇത്തരത്തിൽ നാട് നന്നാക്കാൻ ഇറങ്ങുമ്പോൾ അത് നിങ്ങളും നന്നാക്കണം. നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഒന്ന് പ്രസന്റ് ചെയ്യാൻ പഠിക്കണം. ഇനി ഇതിൽ പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ല, ഈ ക്ലോക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന്, അതേപോലെ സംഭവം ലവ് മീറ്റർ. ഇവർക്ക് ലവ് തോന്നിക്കഴിഞ്ഞാൽ ലവ് മീറ്റർ ടോപ്പിക്ക് വരും, ലവ് പോയാൽ ലവ് മീറ്റർ താഴത്തേക്ക് പോകും. അതേമാതിരി ഇവന് ദേഷ്യം വന്നു, ഞാൻ
ദേഷ്യത്തിന്റെ മീറ്റർ, ആങ്കർ മീറ്റർ ടോപ്പിലേക്ക് പോകും, ദേഷ്യം കുറഞ്ഞ താഴത്തേക്ക് വരും. എന്നിട്ട് ഇവൻ തുപ്പ് തുപ്പ് പറഞ്ഞ് തുപ്പി തുപ്പി നടക്കുക. ഹൈ എന്റെ പൊന്നു മക്കളെ, ദയവ് ചെയ്ത് കാണരുത്. നിങ്ങൾക്ക് ഭയങ്കര രസമായിട്ട് കുറെ ആൾക്കാർ, ഒരു 5-6 ആൾക്കാരൊക്കെ പോയിട്ട് പൊട്ടിച്ചിരിച്ചൊരു പടം കാണുന്നുണ്ടെങ്കിൽ മാത്രം ഗെയിം ചേഞ്ചറിന് ടിക്കറ്റ് എടുക്കുക. അല്ലാത്ത പക്ഷം ദയവേത് ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞ കോണോത്തിലെ പടം പോയി കണ്ടിട്ട് പൈസ കളയുന്നതാണ് പറയുള്ളത്. എൻജോയ് ചെയ്യണമെങ്കിൽ ഒരു 4-5 ആളുമായിട്ട് നിങ്ങൾ പോകണം. ഒറ്റക്ക് പോയിരുന്നു കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ശിക്ഷ നിങ്ങൾക്ക് ഇനി കിട്ടാനില്ല. 2-3 മണിക്കൂർ നേരം കൊണ്ട് നിങ്ങൾക്ക് ഇതിനേക്കാൾ വലിയ ശിക്ഷ കിട്ടാനില്ല. നമ്മൾ പറയില്ലേ, നിങ്ങളെ ആരോടെങ്കിലും നിങ്ങൾക്ക് പ്രതികാരം കിട്ടുന്നുണ്ടെങ്കിൽ ഈ സിനിമ കൊണ്ട് ടിക്കറ്റ് എടുത്ത് കൊടുത്ത് ഇരുത്തിയാൽ മതി. ഒറ്റയ്ക്ക് ഇരുത്തണം. 2 ആണെങ്കിലും ഇല്ലാതെ ഒരിക്കലും സിനിമ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നു, ഒരു 5 ആളെങ്കിലും മിനിമം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിച്ച് ചിലപ്പോൾ കാണാൻ പറ്റും. ഞാൻ ഇതൊരു മലങ്കൾട്ട് സാധനമാണല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇതിന് പോയിട്ടുള്ളത്. പക്ഷെ ഇമാതിരി കാട്ടപരാധം ചെയ്തു വെക്കുന്നുള്ളത് സ്വപ്നയെ നിരീക്ഷില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഈ ആങ്കർ മീറ്ററും മറ്റു സംഭവങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. ലോജിക് എന്ന് പറഞ്ഞ സാധനത്തിനെ മണ്ണായിട്ട് കത്തിച്ച് ചാരാക്കി അത് കുഴിച്ചിട്ട്, അല്ലെങ്കിൽ അത് കൊണ്ടായിട്ട് ഗംഗയിൽ ഒഴുക്കിയിട്ട് അല്ലെങ്കിൽ കടലിൽ ഒഴുക്കിയിട്ടെങ്കിലും നിങ്ങൾ വരണം. കാരണം ലോജിക്കൊക്കെ മാറി ഇതിന് മൂലക്ക് തന്നെ കൊല്ലം എത്താം നമ്മൾ നോക്കിയിട്ട്. അമ്മതിരി പരിപാടിയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. എടാ ഇതിന്റെ ലാസ്റ്റ് നിങ്ങൾ തന്നെ പറ, ഒരാള്, ഇത് സ്പോയിലറാണ് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഭാഗം നിങ്ങൾ കാണണ്ട, ഒരാള് ചീഫ് ഇലക്ട്രൽ ഓഫീസറാണ്. അത് ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് അത് നടത്തുന്ന ആളാണ്. അയാൾ IAS ഓഫീസറാണ്. പുള്ളി നടത്തുന്നത് ഇലക്ഷൻ പ്രശ്നമില്ലാതെ നടത്തുന്നതാണ് പുള്ളിന്റെ ഉദ്ദേശം. അതിനുവേണ്ടി പുള്ളി ജീവൻ പണയം വെച്ച് അവിടെ ഫൈറ്റ് ചെയ്യേണ്ട ഒക്കെ ചെയ്യേണ്ട. അങ്ങനെ അവിടെ ഒരു സ്ഥാനാർത്ഥിയുണ്ട്, പുള്ളിക്കാരൻ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിന്റെ സ്ഥാനാർത്ഥിയുണ്ട്. എല്ലാം കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞപ്പോ ആരാ മുഖ്യമന്ത്രി, ആരാണ് മിനിസ്റ്റർ? ഇയാള്, ഈ IASകാരൻ ഈ ഇലക്ഷൻ നടത്താൻ വേണ്ടി അതിന്റെ സെക്യൂരിറ്റി കാര്യങ്ങൾ നോക്കി അതിനെ സേഫ് ആയിട്ട് എല്ലാം നടത്തുന്ന ആൾ അവസാനം വന്നിട്ടുണ്ട് മുതലമേച്ചർ. ആഹാ, വാട്ട് എ സ്റ്റോറി, എന്താ കഥ അല്ലേ? അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. തിയേറ്ററിൽ ഇരുന്നിട്ട് 3 മണിക്കൂർ കാണുമ്പോൾ അവസാനം കൊണ്ട് വെച്ചിരിക്കുന്ന സാധനം ഇതാണ്. അപ്പോ മറ്റേ നമ്മുടെ അണ്ണൻ ചിക്കൻ വിളി, അപ്പൊ നാ പൊട്ടനാ ശങ്കറണ്ണ പ്ലീസ്, ഇമാതിരി പരിപാടി ഇനി മേലാൽ ചെയ്യരുത്. ഇനിയിപ്പോ പുള്ളിന്റെ ഇന്ത്യൻ 3 കാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സങ്കടം സഹിക്ക വയ്യ. എന്നാലും കാണും, കാരണം ഞാൻ ഇത് കാണാൻ പോണത് എൻജോയ് ചെയ്യണം. ആഹാ, എന്ത് രസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണണമെങ്കിൽ ഭയങ്കര രസമായിട്ട് കാണാം. ഇനി ലോജിക്കിലേക്ക് വരികയാണെങ്കിൽ വേറെയും പറയണ്ട. അതിന് മുമ്പ് പുള്ളിക്കാരന്റെ വാൽപ്പേരി തന്നെയാണ് പേര് എനിക്ക് തോന്നുന്നത്, അങ്ങനെ ഒരു പടം വരാനുണ്ട്. അതിൽ മാത്രമാണ് ആകെ ഒരു പ്രതീക്ഷ ഉള്ളത്, കാരണം അതിന്റെ സ്ക്രിപ്റ്റ് വേറെ ആളാണ്. അതുകൊണ്ട് ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഇതും കാർത്തിക് സുബ്രാജ് സ്റ്റോറിയാണ്. പുള്ളി എന്തുകൊണ്ട് ഈ പടം ചെയ്തില്ല എന്നുള്ളത് ഇപ്പൊ തന്നെ ബോധ്യമായി, അത് വേറെ കാര്യം. ഇനി എന്തായാലും ഇതിൽ എടുത്തു പറയേണ്ട മറ്റു കുറച്ച് സംഗതികളുണ്ട്. അതായത് സൂപ്പറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാധനത്തിന് ഒരു കണക്ഷൻ കൊണ്ടിട്ട് ചെരുപ്പ് പോയിട്ട് ഒരു ഷൂവിലേക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് നായകന്റെ അമ്മേന്റെ ചെരുപ്പിലേക്ക് ഇങ്ങനെ പോകും. എന്നിട്ടൊരു സാഡ് മ്യൂസിക് ഇടാം. ചിരിച്ച് സാഡ് മ്യൂസിക്കിനൊക്കെ ചിരിച്ച് ഒരു വഴിക്കാണ് ഇതാദ്യ. എനിക്ക് തോന്നില്ല ഇങ്ങനെ സാഡ് മ്യൂസിക് വന്നിട്ട് ഇങ്ങനെ പൊട്ടിച്ചിരിച്ചൊരു സാഡ് മ്യൂസിക് ഉണ്ട് എന്ന് എനിക്ക് തോന്നില്ല. അത് കഴിഞ്ഞിട്ടൊരു മ്യൂസിക് ഇട്ട് മോനെ ചീറിപ്പാഞ്ഞു വരുന്ന ചുറ്റിക ഒരൊറ്റപ്പെടുത്തും, എന്നിട്ടൊരു നോട്ടം ഒരു വൻ മ്യൂസിക് വരും. വാവ്, ശങ്കരണ്ണനെ കൊണ്ട് മാത്രം കഴിയുന്ന മായാജാലങ്ങളാണ് ആ സമയങ്ങളിൽ ഞങ്ങൾ തിയേറ്ററിൽ ആസ്വദിച്ചിട്ടുള്ളത്. പിന്നെ സുനിൽ, എന്ത് നല്ല മനുഷ്യനായിരുന്നു. പുഷ്പയിലൊക്കെ എന്ത് ടോപ്പ് വില്ലനായിരുന്നു. പുഷ്പറ്റിയിൽ കളിയായി, എന്നാൽ ആ ക്യാരക്ടർ എന്തായിരുന്നു, അയാൾ എന്ത് നല്ല സൂപ്പർ സാധനം. അയാൾ സൈഡിക്കേ നടക്കുള്ളൂ, സൈഡിക്ക് ഇങ്ങനെ നടക്കണ്, സൈഡിക്ക് ഇങ്ങനെ വരുന്നേ, ഇങ്ങനെ നോക്കി സംസാരിക്കണം. അപ്പൊ എന്താ, പുള്ളിനെ പ്രസവിച്ചത് തന്നെ പുള്ളി സൈഡായിട്ടാണല്ലോ വന്നത്, അതുകൊണ്ട് പുള്ളി സൈഡിലേക്ക് നടക്കുള്ളൂ. ഇനി സൈഡ് നടക്കുന്ന ഒരാളും കൂടി ഉണ്ട്, അഞ്ജലിയുടെ ക്യാരക്ടറൊക്കെ സ്ട്രോങ് ക്യാരക്ടറാണ്. അഞ്ജലി ഇങ്ങനെ നിൽക്കുള്ളൂ, ഇങ്ങനെ നിൽക്കുള്ളൂ, വലത്തേക്ക് എഴുതുമ്പോൾ ഇങ്ങനെ, സംസാരിക്കുമ്പോൾ ഇങ്ങനെ, എന്നിട്ട് ചില സമയത്ത് കണ്ണ് മാത്രം ഇങ്ങനെ ആവും. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാർക്ക് കുഴപ്പമില്ല, നേരെയാണ്. പക്ഷെ കണ്ണ് ആദ്യം ഇങ്ങനെ ആവണം. അങ്ങനെ ഒരു ക്യാരക്ടർ അവിടെയും പടച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ പൊട്ടിക്കുക, അതായത് മൊത്തത്തിൽ പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ, അത് പറഞ്ഞിട്ട് അതിലേക്ക് വരാം. പൊട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ് പൊട്ടുന്നു, ലോറി പൊട്ടുന്നു, JCB പൊട്ടുന്നു, മന്ദിരങ്ങൾ പൊട്ടുന്നു, വലിയ വലിയ ബിൽഡിങ്ങുകൾ സെക്കൻഡുകളിൽ ഇടിഞ്ഞു വീണ്. ഇനി ഞാൻ പറയാം, അതായത് ശങ്കരൻ എന്താ ഉദ്ദേശം വെച്ചാൽ, ശങ്കരൻ പടം എടുക്കണം, മനസ്സിലായോ? ആ പടത്തില് ആർക്കൊന്നും ഒന്നും ചോദിക്കാൻ പാടില്ല. എനിക്ക് എന്താ വിചാരിച്ചാൽ ഞാൻ ചെയ്യുക,
അത്രേ ഉള്ളൂ. എനിക്കൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കുറച്ച് പോകുമ്പോഴുണ്ടെന്ന് തോന്നിയാൽ ഞാൻ കൊണ്ടുപോകും, എന്റെ പൊട്ടിക്കുക, ഇതെന്റെ പടം, ആരും ചോദിക്കാൻ പാടില്ല. ലോജിക്കൊന്നും ആരും പറഞ്ഞു വരരുത്. IAS-നെ മന്ത്രിയാക്കുക, IPS-നെ IAS ആക്കുക, പോട്ടെ, IPS IAS ആയി ശരി. പക്ഷെ എങ്ങനെയാണ് കണ്ണടച്ച് തുറക്കുമ്പോഴത്തേനാണ് IAS ആവുന്നത്? IAS കണ്ണടച്ച് തുറക്കുമ്പോഴേക്കാണ് മിനിസ്റ്റർ ആവണത്. അങ്ങനെ എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടുള്ള ഒരു പടം. സ്നേഹം കൊണ്ടാണ് പറയുന്നത്, സ്നേഹം കൊണ്ട് പറയാണ്. പ്ലീസ് ദയവ് ചെയ്ത് എൻജോയ് ചെയ്യാനല്ലാതെ, ഇതിങ്ങനെ ഒരു മരംകട്ടാണെന്ന് പറഞ്ഞ് എൻജോയ് ചെയ്യാനല്ലാതെ പൈസ മുടക്കി പോയി കാണരുത്. അമ്മാതിരൊരു പടം. കണ്ടവരൊന്ന് കമന്റിൽ രേഖപ്പെടുത്തണേ.